New York to all of you. അല്പസമയത്തെ വചന ധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം വായിച്ച് പെട്ടെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞ എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. For our meditation today, let me share a short message with you this morning. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിക്കുന്നു. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. Hebrews chapter 11 verse 9. The Bible says, by faith 11:29. Hallelujah. Verse 29 says, by faith they passed through the Red Sea as by dry land, whereas the Egyptians attempting to do so were drowned. വിശ്വാസത്തിന്റെ പ്രവൃത്തികളുടെ ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. Hebrews chapter 11 is a book, is a chapter detailing the works of faith. ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരുടെയും അതേ പ്രൈസലോ ജീവിതത്തിൽ വിശ്വാസം അവരെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് അതേ പ്രൈസലോ ലേഖനകാരൻ വിശദീകരിക്കുകയാണ് എബ്രായ സഭയ്ക്ക്. Starting with brother Abel all the way from the beginning, he is going through all the saints who worked through faith in this chapter. അതിലൊരു കാര്യമാണ് നമ്മൾ വായിച്ചത്, വിശ്വാസത്താൽ അവർ കരയിൽ കൂടെ എന്ന പോലെ അതെ സമുദ്രത്തിലൂടെ അവർ കരയിൽ എന്ന പോലെ അവർ അക്കരെ പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And so we read that by faith they passed through the Red Sea as by dry land and reached the cross. അനേകരെ മുക്കിക്കളഞ്ഞ ഇടത്ത്, അനേകര് മുങ്ങിപ്പോയ ഇടത്ത് മുങ്ങാതെ അക്കരെ പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവജനത്തിന് സാധിച്ചു. In the same place where many were drowned and swallowed by the sea, the people of God crossed over by dry land. രണ്ട് കൂട്ടർക്കും ഒരേ അനുഭവത്തിലൂടെയാണ് അവർ കടന്നുപോയത്. Both parties are going through the same experience. എന്നാൽ ഒരു കൂട്ടർ മുങ്ങിപ്പോയപ്പോൾ മറ്റൊരു കൂട്ടർ അക്കരെ കടക്കുകയാണ്. While one party drowned in the Red Sea, the other party reached the shore across. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ കടന്നുപോയ സാഹചര്യത്തിലൂടെ അനേകർ കടന്നുപോയെങ്കിലും അനേകർ തകർപ്പണമായി മുങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകൽക്കാലം അക്കരെ കടക്കുവാൻ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് ആയുസ്സ് തന്ന ആരോഗ്യം തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. This morning many who have gone through the same experiences that we went through were drowned in the experiences, but God brought us across the shore to praise him, to worship him and to give him the glory. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ വിശ്വാസത്തിന്റെ ശക്തിയാൽ അവർ മറുകര കടക്കുവാനിടയായി തീർന്നു. The word of the Lord says by the power of faith they passed through the Red Sea. നമുക്കറിയാം, അതേ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്രായേലിന്റെ പുറപ്പാടിന്റെ ചരിത്രം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. When we come to the book of Exodus, we can read the history of the Exodus of the Israelites. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ എന്തിനേലും പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ദുർഘടങ്ങളെ നിരപ്പാക്കണമേ, അല്ലെ ഇരുമ്പോടാമ്പലുകളെ തകർക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് പ്രശ്നങ്ങളെല്ലാം മാറണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. Many times we are praying, Lord, break open the iron doors, make every crooked path straight. We are asking, Lord, bring everything into order before I go there. ഇന്ന് പലക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം നിന്നെ വിളിച്ചതാണ്, വേർതിരിച്ചതാണ്, വാഗ്ദത്തം തന്നതാണ്, പക്ഷേ നീ ചെല്ലുന്നതിന് മുമ്പ് ദുർഘടങ്ങളെ മാറ്റുവാനുള്ള ദൈവത്തിന്റെ പ്ലാന് ചില പ്രശ്നത്തിന്റെ നടുവിലൂടെ അക്കരെ പ്രവേശിക്കുവാനാണ് ദൈവത്തിന്റെ ഇഷ്ടം. Amen. There are some times in our lives where God may not remove all the hindrances ahead of time. Amen. But the plan of God is to bring you through those problems and bring you ashore. നമുക്കറിയാം എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ തീരത്ത് വന്നത്. We all know, how did the Israelites cross over the Red Sea? അവർ അബദ്ധത്തിൽ വന്നതല്ല. It is not because of their own power. അവർ വഴിതെറ്റി വന്നതല്ല. It is not by accident or detour that they got there. അവരെ അതിലൂടെ നടത്തിയതാണ്. It was God who led them to that place. പുറപ്പാട് പുസ്തകം അതേ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിലൂടെ ദൈവം ജനത്തെ ചുറ്റി നടക്കുമാറാക്കി. We read in the book of Exodus chapter 13 that God did not bring them by the land. They went through the wilderness according to the will of God. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവമാണ് ചുറ്റി നടത്തുന്നതെങ്കിൽ, ദൈവമാണ് ചുറ്റിക്കുന്നതെങ്കിൽ ആ ചുറ്റൽ അഴിക്കുവാൻ ദൈവത്തിന് കടമയുണ്ട്, ദൈവത്തിന് അതിനുള്ള അധികാരമുണ്ട്. In verse 18 we see that God brought them by way of the wilderness, and if it is God's will to bring you around the place, then it is God's responsibility to lead you through that place. ഇന്ന് പകൽക്കാലം നമ്മുടെ
ജീവിതത്തിൽ അതേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില ചുറ്റലുകൾ, ചില കറക്കങ്ങൾ, മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിക്കുന്ന ചില പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിൽ ദൈവമാണ് കൊണ്ടുവന്നതെങ്കിൽ അതിന്റെ നടുവിൽ പാതയൊരുക്കുവാൻ, അതിന്റെ നടുവിൽ വഴി ഒരുക്കുവാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. അവൻ വിശ്വസ്തനായ If there ദൈവമാണ്. are roundabout ways, if there are detours in your life that God has brought you through, even though He's bringing you through a roundabout way, there is a God who leads you through that way. അടുത്ത വഴിയിലൂടെ കൊണ്ടുപോകാതെ ദൈവം അതേ പ്രൈസ് ദി ലോർഡ് അതേ ജലാശയത്തിന് ചെങ്കടലിനെ അരികെ ജനത്തെ കൊണ്ടുവന്നു. Rather than bringing them to the other place through the other path, God brings them to the shore of the Red Sea. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സമുദ്രത്തിന് അരികെ നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ ഇറങ്ങണം. We see in chapter 14 verse 2 that you must encamp by the shore of the Red Sea. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇറങ്ങേണ്ടത് എവിടാണ്, നമ്മൾ പോകേണ്ടത് എവിടാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, വിളിച്ച ദൈവമാണ് തീരുമാനിക്കുന്നത്. എവിടെ ഇറങ്ങണം, എവിടെ പോകണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ച് ദൈവശബ്ദത്തിന് വേണ്ടി കാതുകളെ തുറന്ന് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോയാൽ നമുക്ക് പറയുവാൻ കഴിയും, വിശ്വാസത്താൽ അവർ ഹല്ലേലൂയ സ്തോത്രം കരയിൽ എന്ന പോലെ ചെങ്കടലിലൂടെ നടന്നു. It is not up to us where we should go or which place we should go. It is God who decides when to start the journey, where to go and which path to take. And it is God who leads us. If we follow that path, by faith we can reach the other shore. ചെങ്കടലിന്റെ തീരത്ത് ഇവര് ചെന്നത് തനിയെ ചെന്നതല്ല, ഒരു ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. Not only that, they got to the shore of the Red Sea because there was an angel of the Lord who was leading them from ahead. 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവത്തിന്റെ ദൂതൻ. We see that the angel of the Lord of hosts went ahead of them. അവരറിയാതെ തന്നെ അവർക്ക് വേണ്ടി മുൻപടയായി കടന്നു പോകുന്ന ഒരു ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം നമ്മൾ അവിടെ കാണുകയാണ്. Even without their own knowledge, we see the presence of an angel that went ahead of them. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും അറിയാത്ത വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം വിചാരിക്കും ഞാനും നിങ്ങളും ഒറ്റയ്ക്കാണല്ല. ഞാനും നിങ്ങളും അറിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചവരാണ്. അങ്ങനെ അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്ത് അതേ പ്രൈസ് ദൈവത്തെ ആരാധിക്കട്ടെ. Hallelujah. Even though we are going through unfamiliar paths, we may think we are alone in that path, but this morning, even without your own knowledge, the presence of God is walking ahead of you. If you have experienced it, give God praise this morning. സൈന്യവും കടന്നു വന്ന സമയത്ത് മോശ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അതേ ഇസ്രായേൽ ജനതയോട് മത്സരിച്ച കലഹത്തിൽ അതേ മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചവരോട് മോശ പറയുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമുണ്ട്. When Pharaoh and his army were chasing the people of Israel, by faith there is a declaration that Moses speaks to the people of Israel. നിങ്ങൾ ഭയപ്പെടേണ്ട. Do not fear. നിങ്ങൾ ഉറച്ചു നിൽക്കണം. Be still. കാരണം എന്താണെന്നറിയാമോ? Do you know why? ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് പോകുകയാണ്. God is about to do some things on behalf of you. Hallelujah. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവര് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയട്ടെ. ദൈവം എനിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്യാൻ പോകുന്നു. എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ ദൈവം ചിലത് ചെയ്യാൻ പോകുന്നതെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവര് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ Praise the Lord. Hallelujah. നിങ്ങൾ ഉറച്ചു നിൽക്കണം. Be still. Be still. Praise the Lord. എന്താണ് മോശ ഇത്ര ധൈര്യത്തോടെ ഇത് പറയാൻ കാര്യം? Why was Moses this bold to say be still? നമ്മൾ വായിക്കുന്നുണ്ട് അതിനുശേഷം മോശ നിലവിളിക്കുകയാണ്. Because after this we see that he is wailing. ഉറപ്പും വിശ്വാസത്തിന്റെ വാക്കും പറഞ്ഞ ആള് പിന്നെ കരയുക. The same person who gave them an encouraging word is now crying. ഉടനെ ദൈവം ചോദിക്കുന്നത് എന്താണെന്നറിയോ?
മോശെ നീ എന്തിനാ നിലവിളിക്കുന്നത്? Do you know what God asked Moses? Moses, why are you weeping? നമ്മുടെ എല്ലാ പ്രാർത്ഥനയും നിലവിളിയൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. God does not always receive every prayer that we pray. നീ നിലവിളിക്കേണ്ടെന്നേ. You don't have to weep. നീ കരയേണ്ടെന്നേ. You don't have to cry. എന്നോട് ചോദിക്കണ്ട. You don't have to ask me. മുന്നോട്ട് പോകാൻ ജനത്തോട് പറയുക. Go ahead and be strengthened to move forward. മുന്നോട്ട് പോകേണ്ടിടത്ത് മുന്നോട്ട് പോകണം, പ്രാർത്ഥിക്കേണ്ട. Move forward where you have to move forward. You don't have to stop to pray. ഞാൻ എന്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. Let me bring my words to an end. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം മോശ നടത്താൻ കാരണം? Why did Moses declare such a bold faith declaration? നമ്മളത് വായിക്കണമെങ്കിൽ അതേ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ അവിടെ കടന്നു വരുമ്പോൾ അവരിറങ്ങിയ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. When we come to the book of Exodus chapter 3 verse 12, there was a promise of God over Moses that gave him the courage to declare വാക്യം this. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കും. Then he said, I will certainly be with you, and this shall be a sign to you that I have sent you. When you have brought the people out of Egypt, you shall serve God on this mountain. Praise the Lord. ദൈവജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ആരാധനയുടെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. There was a promise to the people of Israel, when you come out of Egypt, you will worship God, and that was the promise. Praise the Lord. വിളിച്ചോ പറയുന്ന ഉടനെ കൊടുക്കുന്ന വാഗ്ദത്തം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം, അതാ നമുക്കിഷ്ടം. Amen. The promise that we want to hear at the moment he calls us is, I'll give you the land of milk and honey. പക്ഷേ വിടുവിച്ചപ്പോൾ ദൈവം പറയുന്നുണ്ട്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയക്കണം. But the Lord says, when I deliver you, you must send my people to worship me. പ്രിയമുള്ളവരെ, ഹണിയും മണിയും പിന്നെയാണ് ആരാധനയെ ഫസ്റ്റ്. Honey and money will come afterwards. Worship must come first. ഇന്ന് ആൾക്കാർ ദൈവത്തെ ആരാധിക്കുന്ന കടന്നു വന്ന് നമുക്ക് വേണ്ടിയത് എന്തിനു വേണ്ടിയാണ് ഇവിടെ കടന്നു വരുന്നത്? രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണോ? നല്ല ജോലിക്ക് വേണ്ടി മാത്രമാണോ? കണിക്കും വേണ്ടി മണിക്കും വേണ്ടി ദൈവത്തെ വിളിക്കാൻ ഇറങ്ങരുത്. ആരാധനയ്ക്ക് importance കൊടുക്കട്ടെ. Why did you come to church today? Hallelujah. Did you come for healing? Amen. Did you come for deliverance or honey or money? This morning everything else is secondary. Worship Amen. must take prominence. ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ ചർച്ചിൽ പ്രസംഗിക്കുന്നത്. This is how I preach. എന്റെ വിശ്വാസികൾക്ക് ഒരു പരാതിയില്ല. They have no failure in our believers. ഞാൻ സമ്മതിക്കത്തുമില്ല. And we won't allow such failures. ഞാൻ തമാശയൊക്കെ പറയാം. എന്റെ ചർച്ചിനകത്ത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് പാസ്റ്ററെ. Even though I'm very joking, in my church I'm very strict. Praise the Lord. ഇവിടെ പാസ്റ്റർമാർക്ക് പേടിയാ സഭ വിട്ടു പോകുന്നു. People are afraid that people will leave the church. Pastors are afraid. അതിനെ സഭ വിട്ടു പോയാൽ നമ്മൾ ലോകം വിട്ടു പോകത്തില്ലേ? Amen. Even if they leave the church, one day we all have to leave the earth. Praise the Lord. Hallelujah. Praise the Lord. Amen. നിങ്ങൾ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണം. You must worship God in the wilderness. അത് കഴിഞ്ഞേ ഉള്ളൂ കനാനും പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങൾ. Only after that will you have the experience of flowing milk and honey in Canaan. അതുകൊണ്ട് ദൈവം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ കടന്നു വരുന്ന യാത്രയിൽ ഹോരേബിൽ വെച്ച് മരുഭൂമിയിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. And so the Lord says, on your journey towards Canaan, in the wilderness, at the mountain of Horeb, you will worship me. പ്രിയമുള്ളവരെ, മരുഭൂമിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ചെങ്കടൽ കടന്നേ മതിയാകുള്ളൂ. My people of God, if you want to reach the wilderness where you will worship, you have to cross the Red Sea first. കർത്താവ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, മരുഭൂമിയിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. The Lord's promise was given to them, you will worship me in the wilderness. ദൈവത്തിന്റെ വാഗ്ദത്തം നിലനിൽക്കെ ഒരു ചെങ്കടലിനും ജനത്തെ മുക്കിക്കളയാൻ കഴിയുകയില്ല. അവർ മുങ്ങി മരിച്ചാൽ എങ്ങനെയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്? When the promise of God is standing over your life, no Red Sea can drown you, because the promise is over your life. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഇറങ്ങിയ നാളിൽ, രക്ഷിക്കപ്പെട്ട നാളിൽ ദൈവാത്മാവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർത്ത് മുറുകെ പിടിച്ച് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ ദൈവസഭ മുന്നേറട്ടെ. In these days, let the church move forward, declaring the promises of God. On the day you received Him as your Savior, on the day you were saved, on the day you began this journey. ആ വചനം മോശയുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായി പരിണമിച്ചു. And that word became an imprint of faith in the heart of Moses. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് മോശ പറഞ്ഞത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാണ്. And that's why Moses said, God will do a miracle for ദൈവമക്കളെ, you. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. This morning, people of God, let us believe in the promises of God. ദൈവമാണ് സംസാരിച്ചതെങ്കിൽ തലമുറയെ കുറിച്ച്, ചർച്ചിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ദൈവാത്മാവാണ് സംസാരിച്ചതെങ്കിൽ അതിന്റെ മുൻപിലൂടെ ഒഴുകുന്നതായ എല്ലാ ചെങ്കടലിനെയും, എല്ലാ പൊട്ടക്കിണറിനെയും, എല്ലാ കാരാഗ്രഹത്തെയും, എല്ലാ പൊത്തിപ്പറഞ്ഞ ഭവനത്തെയും സ്വർഗത്തിലെ ദൈവം നന്മയാക്കി മാറ്റി. അതേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരന്മാർ വന്ന് അതെ ആരാധിക്കത്തക്ക നിലയിൽ അതേ പ്രൈസ് യോസേപ്പിന്റെ അവസ്ഥയെ ദൈവം മാറ്റിയെടുത്തു. If it is God who promised the promise over your life, whether it is a Red Sea or an empty well or the house of Potiphar, the God of Joseph who fulfilled the promise in his life is also with ഈ you. ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. This morning, let the Lord help us to declare the words of faith. നമ്മുടെ തലമുറയെ കുറിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് പറയാം. Let us declare words of faith concerning our children. എന്റെ കുഞ്ഞിനെ കുറിച്ച്, എന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് ഒരു പ്രോമിസ് ഉണ്ട്. Because there is a promise concerning my child and my generations. ഇപ്പോൾ അവന്റെ കുസൃതിയൊക്കെ കണ്ടാൽ അത് നിറവേറുമെന്ന് എനിക്ക് അത് പ്രതീക്ഷയില്ലെങ്കിലും എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അത് നിവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാനായിട്ട് കഴിയും? Even though my circumstances are Hallelujah. contrary to the promise, how many of you believe that if he says it, he will do it? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ ദർശനം കണ്ട യോസേപ്പ് ഈ ദർശനം കണ്ടപ്പോൾ പൊട്ടക്കിണറിനെ കുറിച്ചുള്ള ദർശനം യോസേപ്പ് കണ്ടില്ല. When Joseph saw the dream, he did not dream of an empty well. പ്രൈസ് ദി ലോർഡ്. പൊത്തിഫേറിന്റെ ഭവനത്തിലെ അവസ്ഥകൾ അവൻ ദർശനത്തിൽ കണ്ടില്ല. He did not dream about the circumstances concerning Potiphar's house. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാര്യം ദർശനത്തിൽ കണ്ടില്ല. He did not see in his vision him being a prisoner in a prison cell. എന്നാൽ ഹല്ലേലൂയ, സഹോദരന്മാരുടെ കറ്റക്കൂട്ടങ്ങൾ അവനെ നമസ്കരിക്കുന്ന, അവന്റെ കറ്റക്കൂട്ടങ്ങളെ നമസ്കരിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. But he sees a vision of 12 sheaves of wheat bowing down before him. Praise the Lord. ഒരു പൊട്ടക്കിണറിനും യോസേപ്പിനെ മൂടുവാൻ കഴിയുകയില്ല. No empty well could bury Joseph. അതിനകത്തെ കൂർത്തുമൂർത്തതായ കല്ലുകൾക്കോ മുള്ളുകൾക്കോ അവനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. No sharp stone or sharp thorn inside that empty well could break him. ഈ വേദനയിലൂടെ അവൻ വാഗ്ദത്തത്തിലേക്ക് നടന്നെടുക്കുകയാണ്. And through all of this pain and suffering, he is journeying towards God's promise. വേദന അനുഭവിക്കുന്ന, പോരാട്ടങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവോഹിതരെ, നീ നടന്നു പോകുന്ന വഴിത്താര എന്ന് പറയുന്നത് വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്നെ മൂടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല, ഒരു പിശാചിനും കഴിയുകയില്ല. എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. Dear child of God, even though the path of life you're walking is a path of pain and suffering, there is no empty well that can bury you, that can hinder you, because you are walking a path of promise. ഈ ദിവസങ്ങളിൽ വിശ്വാസ ജീവിതയാത്രയിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള പുതിയ കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ, സഭയ്ക്ക് നൽകട്ടെ, നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത എൻ്റെ വാത്സല്യ സഹോദരിക്കും ആ കുടുംബത്തിനും നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് അവസരം തന്ന ദൈവദാസന് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Even as we journey through this journey of faith, may the Lord enable us to declare words of faith rooted in his